അടിപൊളി. അടിപൊളിയായിരുന്നു. നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടും കലക്കി നല്ല അഭിനയം കാര്യങ്ങളും നല്ല പക്കയായിരുന്നു. അതെ അതെ, കാണേണ്ട പടം തന്നെയാണ്. കൊള്ളാം, നൈസ് പരിപാടിയാണ്. ഒരു രാഹുൽ സദാശിവൻ മൂവി. അടിപൊളി. പ്രണവിൻ്റെ ഇതുവരെയുള്ള പരിപാടികൾ കവച്ചു വെക്കുന്ന രീതിയിലുള്ള ഒരു പ്രണവിൻ്റെ ഒരു ബെഞ്ച് മാർക്കായിരിക്കും. അതുതന്നെ, തീർച്ചയായിട്ടും. എനിക്ക് ആ രാഹുൽ സദാശിവൻ പരിപാടി ഞാനൊരു കുറച്ച് ഒരു ടൈലൻ്റ് ഉണ്ട്, പക്ഷെ അത് കഴിഞ്ഞിട്ട് മറ്റേ നമ്മൾ ഇംഗ്ലീഷ് മൂവിയൊക്കെ കഴിയുമ്പോൾ എഴുതി കാണിച്ചതിന് ശേഷമുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അത് പ്രതീക്ഷിച്ചു. എനിക്ക് തോന്നുന്നു അത് പ്രതീക്ഷിച്ചിട്ടാണെന്ന് തോന്നുന്നു. കുറച്ച് പേര് തിയേറ്ററിൽ തന്നെ എഴുതി കാണിക്കുന്ന സമയത്തും അവിടെ തന്നെ എഴുതും, പക്ഷെ അതുണ്ടായില്ല. പക്ഷേ സംഭവം കൊള്ളാം, പരിപാടി പേടിക്കാം. എനിക്ക് മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനേക്കാളൊക്കെ കുറച്ചും കൂടെ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പരിപാടിയുണ്ട്. ഈ മൈന്യൂട്ടായിട്ടുള്ള സാധനമൊക്കെ ഉണ്ടല്ലോ, പൂച്ചയുടെ പരിപാടിയും കാറ്റടിക്കുന്നത്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ നമുക്ക് ആ കാറ്റടിക്കുന്ന സീൻ ഇപ്പോൾ ചിലപ്പോൾ സ്ക്രിപ്റ്റിനകത്ത് ഇങ്ങനെ ആയിരിക്കും, തണുത്ത കാറ്റടിക്കുന്നതൊക്കെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതെനിക്ക് തോന്നുന്നു നല്ലൊരു ഓഡിയൻസിൻ്റെ കൂടെ നമ്മൾ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരുന്ന ഓഡിയൻസ് അടിപൊളി ഓഡിയൻസ് ആയിരുന്നു. എന്ന് വെച്ചാൽ ചില ഹൊറർ പടമൊക്കെ ഇരുന്ന് കാണുമ്പോൾ ചുമ്മാ അനാവശ്യമായിട്ടുള്ള കുറേ കമൻറ്റുകൾ വരുമല്ലോ, പേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ വരുമല്ലോ. അങ്ങനെ കമൻറ്റുകളൊന്നും ഇല്ലാതെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആ സൈലൻറ്റ് മൂടി ഇരുന്ന് കാണാൻ പറ്റിയ ഒരു അടിപൊളി, നല്ല ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ തന്നെ പറയാം, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ പടമാണ്. അടിപൊളി, ഒരു രാഹുൽ സദാശിവൻ സംഭവം അങ്ങനെ തന്നെ പറയേണ്ടി വരും. പടം കൊള്ളാടോ, ഒരു രക്ഷയില്ല. എൻ്റെ മുന്നേ പടം കണ്ടു കഴിഞ്ഞപ്പോൾ നൈസായിട്ട് മേടിച്ചായിരുന്നു. നൈസായിട്ടല്ല, നന്നായിട്ട് മേടിച്ചായിരുന്നു. ബ്രഹ്മയുഗം എന്ന് പറയുമ്പോഴത്തേക്കും വേറൊരു രീതിക്കുള്ളൊരു സിനിമയാണ്. ഇത് വേറൊരു രീതിക്കാണ്. പ്രണവിൻ്റെ അഭിനയം ഇതുവരെ പ്രണവ് ചെയ്ത ക്യാരക്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഇത് പീക്കാണ്. മ്യൂസിക് ശരിക്കും പേടിപ്പെടുത്തുന്ന ഒരു രീതിക്കുള്ളൊരു മ്യൂസിക്കാണ്. കുട്ടികളായിട്ടൊന്നും കാണാൻ പറ്റില്ല. ഇതിപ്പോ എനിക്ക് ശരിക്കും പേടിയായി. ഇപ്പോൾ അറിയാലോ, പിള്ളേരുടെ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. പടം അടിപൊളി. പ്രണവും കൂടെ അഭിനയിച്ച ആളും പിന്നെ ഡയറക്ടറും സ്ക്രിപ്റ്റും എല്ലാം ഒരേ പൊളി. ഭൂതകാലം വൈബ് തന്നെ. ഭൂതകാലത്തിൻ്റെ അത്ര എത്തിയിട്ടില്ല കാര്യം. ഇതിൽ വേറെ കുറച്ച് എലമെൻസൊക്കെ ഉണ്ട്. ത്രില്ലർ മോഡ് കൂടെ ഉണ്ട്. എന്തോ ഹൊറർ പ്ലസ് ത്രില്ലർ അങ്ങനെ പോണം. ഭൂതകാലം മീറ്റ് ചെയ്തിട്ടുണ്ടോ? 80% മീറ്റ് ചെയ്തിട്ടുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് ഉറപ്പായിട്ടും നല്ല പടമായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ്. മെച്ചപ്പെട്ടിട്ടുണ്ട്, നല്ല രീതിയിലുണ്ട്. കാരണം കംപ്ലീറ്റ് ഭയം സൃഷ്ടിക്കുന്ന സിനിമയാണ്. ആ ഭയം വരുന്ന ഒരു ആക്ടിങ് നല്ലൊരു പിടിച്ചിട്ടുണ്ട്. കൊള്ളാം. എൻ്റെ ബ്രോ, അടിപൊളി പടം, ഒന്നും പറയാനില്ല. പ്രണവിൻ്റെ ഇതുവരെ കാണാത്തൊരു സാധനമാണ്. ഇപ്പോൾ വീട്ടിൽ പോകാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല ബ്രോ. അത്രയ്ക്ക് ഒരു പേടിയാവും നമുക്ക്. പേടിച്ചു പോകും നമ്മൾ. ഇറങ്ങി ഓടാൻ തോന്നി, എല്ലാം തോന്നി നമുക്ക്. ഭയങ്കര സീനാണ്. ഇതുവരെ ഇല്ലാത്തൊരു സീനാണത്. ഇതുവരെ ഇല്ലാത്തൊരു ആ ഫേസ് ആണെങ്കിലും ഒരു കരച്ചിലാണെങ്കിലും എല്ലാം ഫേസ്റ്റ് ഒക്കെ സൂപ്പറാണത്. ഇതുവരെ എക്സ്പീരിയൻസ് ആണ്. ഇത് രാത്രി തന്നെ കാണണം പടം, അപ്പോഴൊരു ഫീൽ കിട്ടുള്ളൂ നമുക്ക്. ഇപ്പോൾ കയ്യും കാലൊക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. പോകണം എങ്ങനെയെങ്കിലും വീട്ടിലോട്ട്. ഓക്കെ. ഇപ്പോൾ നല്ല പടമാണ്. പ്രണവൊക്കെ പൊളിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും വന്ന് കാണണം. ഇതൊരു പേടിച്ച് രാത്രി കണ്ടതിനാൽ രാത്രി പേടിച്ച് പോകാൻ പറ്റിയൊരു പടം. ഇത്രേ ഉള്ളൂ ഈ പടം. അപ്പോൾ എല്ലാവരും വന്ന് കാണാൻ നല്ല എക്സ്പീരിയൻസ് ആണ് എന്തായാലും.